ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഒരു പഴം വെച്ചിട്ടുള്ള ഫേസ് പാക്കും നമ്മുടെ ക്ലീനപ്പ് ഒക്കെയാണ് കേട്ടോ നോക്കാനായിട്ട് പോണേ. നമ്മുടെ വീട്ടിൽ ഒരു കൊല പഴം പഴുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കൊല പഴം പഴുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ പുട്ടായിരിക്കും ഡെയിലി, പിന്നെ നമുക്ക് വൈകുന്നേരം ചായക്ക് പഴം ഉണ്ടായിരിക്കും, പിന്നെ ഈയുടെ വീട്ട് പഴമായിരിക്കും അല്ലെ. ഇതേപോലെ ഒരു കൊല പഴമൊക്കെ വീട്ടിൽ പഴുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഞാനിപ്പോ പറയുന്നത്. അപ്പൊ പഴം നമുക്ക് കഴിക്കാനായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹെൽത്തിനും അല്ല നമ്മുടെ ഫേസിനും ഹെയറിനൊക്കെ നമ്മുടെ പഴം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം വെച്ചിട്ട് പേസ്റ്റ് ആക്കി കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ആക്കി ഉണ്ടാക്കിയിടാൻ പറ്റും. പിന്നെ നമ്മുടെ ഫേസ് ക്ലീനപ്പ് ചെയ്യാനും നല്ല അടിപൊളി ഫേസ് പാക്കുകൾക്കൊക്കെ നമ്മുടെ ഈ പഴം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം വെച്ചിട്ട് ഒരു അടിപൊളി ക്ലീനപ്പും ഒരു അടിപൊളി ഫേസ് പാക്കുമാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോണേ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പഴം എടുക്കാം കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനപ്പ് ആണ് ചെയ്യാനായിട്ട് പോണേ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു പഴത്തിന്റെ പകുതി വേണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷാമ്പു ആണ് കേട്ടോ വേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ക്ലിനിക് പ്ലസിന്റെ ഷാമ്പു ആണ് എടുക്കുന്നത്. ഫേസ് വാഷ് എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കയ്യിലും ഡൗട്ട് വരും, ഫേസ് വാഷിന് പകരം നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫേസ് വാഷ് എടുക്കാതെ ഞാനിപ്പോ ഷാമ്പു എടുക്കണം. ചില സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മുടെ മുഖം ക്ലീൻ ആക്കാനായിട്ട് ₹1 കൊടുത്ത് ഈ ഒരു ഷാമ്പു അല്ല കേട്ടോ, നല്ല ഏത് ഷാമ്പു ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ക്ലീനപ്പിലേക്ക് കിടക്കാം കേട്ടോ. നമ്മളിപ്പോ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴം എടുക്കാം കേട്ടോ. ഒരു പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാൽ ഭാഗം മാത്രം മതി കേട്ടോ നമുക്ക്. ഞങ്ങളുടെ വീട്ടിലെ പഴം ഏകദേശം തീരാറായി. അപ്പൊ അതുകൊണ്ടിട്ട് പഴത്തിന്റെയൊക്കെ കളർ മാറി തുടങ്ങി ഗൈസ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്ലീനപ്പിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇത്രയും പഴം, കുറച്ച് പഴം മതി കേട്ടോ നമുക്ക് ക്ലീനപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും പഴം മതിയാവും, ഇത്രയും പഴം മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് അല്ലെങ്കിൽ നിങ്ങൾ ഷാമ്പു ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ഷാമ്പു ആണ് കേട്ടോ, കുറച്ച് ഷാമ്പു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, പഴവും ഷാമ്പുവും നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഇതിനകത്തോട്ടും ഒരു 1-2 തുള്ളി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തോണ്ട് വരാം കേട്ടോ. നമ്മൾ പഴത്തിലോട്ട് കുറച്ച് ഷാമ്പു ഇട്ടിട്ട് 3-4 ഡ്രോപ്സ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുഖം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ആവാനായിട്ടും നല്ല എന്താ ഇപ്പൊ പറയാം, നല്ല അടിപൊളിയായിട്ട് തിളങ്ങാനായിട്ടൊക്കെ അടിപൊളിയാനായിട്ടൊക്കെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഈ ഒരു ക്ലീനപ്പ്. നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്യില്ലേ, ഫേസ് വാഷ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫേസ് വാഷിന്റെ കൂടെ കുറച്ച് പഴവും കൂടെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയാവും കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാവും ഗൈസ്. നമ്മുടെ നെക്കിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ അവിടെയും കൂടെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ഇത് ഇത്രയും പഴം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യുന്ന പോലെ നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുമല്ലോ, അതുപോലെ നമ്മളൊന്ന് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ക്ലീൻ ആക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇത്. നമ്മൾ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ ചെയ്യാറുള്ളതാണ് ഗൈസ്. അപ്പൊ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ഇപ്പൊ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും ചിലപ്പോൾ അത് ചെയ്ത് നോക്കാനായിട്ട് തോന്നിട്ട്. അപ്പൊ നമ്മുടെ മുഖത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ കൈയും കാലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് നല്ലതാണ്. ഇതിനി നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ മുഖത്തൊന്ന് പിടിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഞാനിതൊന്ന് കൈ ഒന്ന് വാഷ് ചെയ്യാനായിട്ട്, എന്തായാലും വാഷ് ചെയ്യാനുള്ള എന്നൊക്കെ കൈയും കൂടെ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അന്ന് ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ നോർമൽ വാട്ടറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിയില്ലേ, അതേപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നല്ല പോലെ ഇങ്ങനെ ഒന്ന്
വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുഖം ക്ലീൻ ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തോണ്ട് വരാം. എൻ്റെ മുഖം ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. വാഷ് ചെയ്തെങ്കിൽ എൻ്റെ ഇവിടെയൊക്കെ നോക്ക് പഴമൊക്കെ ഇരിക്കുകയാണ്. പഴത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മുടി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ വാഷ് ചെയ്താലേ പോയി, അല്ലെങ്കിൽ നല്ല പേസ്റ്റ് വെള്ളത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം നമ്മൾ ഫേസ് നമ്മളൊന്ന് വാഷ് ചെയ്ത് ക്ലീനപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട കേസ് എൻ്റെ മുഖത്തിന് നല്ല അടിപൊളി തിളക്കായിട്ടുണ്ട് അല്ലേ, നല്ല അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഴം വെച്ചിട്ട് അടുത്ത് പാക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമ്മൾ ഫേസ് ഒന്നും സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ പഴത്തിൻ്റെ ബാലൻസ് പഴം ഉണ്ടല്ലോ, ആ പഴം തന്നെ അങ്ങ് തട്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ അത് ആര് കഴിക്കാനാണ്? നമ്മൾ ഇത്രയും പഴം വേണമെന്നൊന്നും ഇല്ല കേട്ടോ കേസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴം ഇത്രയാണോ അത് കഴിക്കട്ടെ കേട്ടോ. ഇനി ഈ പഴത്തിനകത്തോട്ട് നമ്മൾ ഒഴിക്കാനായിട്ട് വേണത് നമ്മുടെ തൈരാണ് കേട്ടോ. നമ്മൾ അധികം പുളിച്ചിട്ടില്ലാത്ത നല്ല ഫ്രഷ് തൈര് വേണം എടുക്കുക. പുളിച്ച തൈരൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, തൈരിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് കേസ്, നല്ല കട്ട തൈര്. ഇനി നമ്മൾ ഈ തൈരിനകത്തോട്ട് ഇനി നമ്മൾ ചേർക്കാനായിട്ട് വേണത്, നിങ്ങൾ ഇപ്പം മിക്കവാറും എന്നെ കളിയാക്കും പുട്ടും പഴം എന്ന് പറയും. ഇത് നമ്മുടെ അരിപ്പൊടിയാണ് കേസ്, അരിപ്പൊടി. നമ്മൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി തട്ടി കൊടുക്കാൻ കേട്ടോ. ഒരുപാട് അരിപ്പൊടി ഒന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള അരിപ്പൊടി. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ തൈര് ആവശ്യത്തിന് ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ഇത് ഈ പഴമായിട്ട് ഉടച്ച് പുട്ടും പഴവും ഉടയ്ക്കുന്ന പോലെ ഈ ഒരു അരിപ്പൊടിയായിട്ട് ഈ പഴം ഒന്ന് നല്ല പോലെ ഉടച്ചെടുക്കും. ആവശ്യത്തിന് തൈര് ചേർത്ത് വെക്കാം കേട്ടോ. ആവശ്യത്തിന് ഇതിപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു തൈര് വേണ്ടി വരും, കാരണം തൈര് കുറച്ച് കുറവാണോ എന്ന് സംശയമുണ്ട്. ഏതാണ് കുറവല്ല ഗൈസ്. നമുക്കിത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പരുവാക്കി ഉടച്ചെടുക്കാം ഗൈസ്. ഈ ഒരു മേക്കപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ ഹോം റെമഡി ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം എൻ്റെ ചേച്ചി ഞാനും തമ്മിൽ 6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചേച്ചി കൊച്ചിലെ ഇതൊക്കെ ഞങ്ങൾ കൊച്ചായിരുന്നപ്പോഴേ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കണ്ടാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ ചേച്ചി കാരണമാണ് നമ്മളും ഇതൊക്കെ ചെയ്യാനും ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേങ്കിൽ ചേച്ചി ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല, ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളിത് പഴം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടും പഴം നമ്മൾ നന്നായിട്ട് കുഴക്കുമല്ലോ, അത് പരുവത്തിൽ കേട്ടോ. പഴം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കുറുക്കില്ലേ, അത് പരുവത്തിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഉടച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ മുഖത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം തേച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പാക്കൊക്കെ ഇടുന്ന പരുവത്തിന് അധികം സെറ്റായിട്ട് ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എമൗണ്ട് എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കയ്യിലും കാലിലൊക്കെ തേക്കാം, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്കിത് പൊത്തി ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല കട്ടിയിൽ, കാരണം ഇത് പോരും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചെടുക്കണം ഗൈസ്. ഇതുണ്ടോ ഗൈസ്, നമ്മൾ ഇങ്ങനെ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിത് മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള തരിതരി ഉണ്ടല്ലോ, അപ്പം നമുക്ക് മസാജ് കൂടി ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പഴം വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് അധികം നമുക്ക് കൈയും കാലിലൊക്കെ തേക്കാനായിട്ടുള്ള ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല പോലെ മസാജ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് മോശം സ്മെല്ലൊന്നുമില്ല കേട്ടോ ഗൈസ്, നല്ല അടിപൊളി സ്മെല്ലാണ്, നല്ല സെറ്റാണ് കേട്ടോ. കുറച്ച് എമൗണ്ട് കൂടുതലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണിന്റെ ചുറ്റും രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ട് കണ്ണിനടിയിൽ ഭയങ്കര കറുപ്പാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് ഭയങ്കര കറുപ്പല്ല, ഒരു റൗണ്ട് സർക്കിൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ കൂടുതലായിട്ടും കണ്ണൊന്ന് പ്രിഫർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം, നല്ല പോലെ മസാജ് ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പഴത്തിന്റെ ഫേസ് പാക്ക് എങ്കിലും നിങ്ങൾക്ക് വേറെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടും റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഴത്തിന്റെ ഫേസ് പാക്ക് നിങ്ങൾ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് തന്നെ കുറച്ച് വെട്ടം പിടിച്ചാൽ നമ്മുടെ മുഖത്തിന് ഭയങ്കര സന്തോഷമല്ലേ ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിൽക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. നമ്മൾ ഒരുപാട് കണ്ടന്റ് നമ്മുടെ മുഖത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ എല്ലായിടവും നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഡ്രൈ ആവണം കേട്ടോ. നമുക്കിത് നല്ലപോലെ ഡ്രൈ ആവാനായിട്ട് വെക്കാം. നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വാഷ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് കൈയൊക്കെ സ്ക്രബ് ചെയ്തെടുക്കാം ഒരു സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു പഴം വെച്ചിട്ടുള്ള ക്ലീനപ്പും ഫേസ് വാഷൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട്, ഫേസ് വാഷ് അല്ല കേട്ടോ, ഫേസ് പാക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് വരും. നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയറിൽ പാക്കായിട്ട് പഴം യൂസ് ചെയ്യണം നല്ലതാണ് അല്ലേ. ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു വാഴപ്പഴമാണ്, ഏത് പഴം എടുക്കാം കേട്ടോ. റോബസ്റ്റ പഴം, നമ്മുടെ ഏത്തപ്പഴം, കുഞ്ഞിപ്പഴം, നമ്മൾ ഏത് പഴം വേണേൽ നമുക്ക് എടുക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി തന്നെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയിൽ ചെറിയ ചെറിയ കണ്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂക്കിൻ്റെ ഇവിടേക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാനായിട്ടൊക്കെ അടിപൊളിയാണ്. നമ്മുടെ മുഖത്തിന് വരുന്ന ആ ഒരു കരിവാളിപ്പും കറുപ്പ് കളറൊക്കെ മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അരിപ്പൊടിയിൽ ചെറിയ ചെറിയ തരികളുള്ളതുകൊണ്ടാണ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ഗുണം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും ഞാൻ അന്നിട്ട ആ ഒരു ക്രീമിന്റെ കണ്ടന്റിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പലരും ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ, ഈ കുട്ടി ക്രീം മാത്രമല്ല യൂസ് ചെയ്യാറ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുട്ടി ക്രീം അപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ കുട്ടി ക്രീം മാത്രമായിരിക്കില്ല യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഡെയിലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഹോം റെമഡീസ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരോ ഹോം റെമഡീസ് ആണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് എപ്പോഴും അമ്മ പറയും, ചീത്ത കേൾക്കാറുണ്ട്, പച്ചക്കറി കറി വെക്കാനും കഴിക്കാനും ഒന്നും കിട്ടാറില്ല, എല്ലാം ഞാൻ തന്നെ കൊണ്ടുപോവാണെന്നൊക്കെ. അപ്പം നിങ്ങളുടെ വീട്ടിലും എന്തായാലും എല്ലാവരും വീട്ടിലും അവൈലബിൾ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ക്രീമിന്റെ മാത്രം പിന്നാലെ പോകാതെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഓരോ ഫേസ് പാക്കുകളുടെയും ഇതിൻ്റെയൊക്കെ പിന്നാലെ മാത്രം പോകാതെ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വാഷ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയിക്കുമ്പോൾ എല്ലാവരും വാഷ് ചെയ്ത് കളയട്ടോ. അപ്പോൾ എന്തായാലും ഞാനും ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.